ലോകം കാൽപന്താരവത്തിൽ. ലോകകപ്പ് മത്സരത്തിൽ മലയാളി താരം തഹ്സീൻ ഖത്തർ ടീമിന്റെ ആദ്യ 11-ൽ പകരക്കാരുടെ പട്ടികയിൽ തഹ്സീനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡ് പോരാട്ടം. അക്ഷയ് ചേർന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും. അക്ഷയ്, ഈ തഹ്സീനിലൂടെ ചരിത്രത്തിലേക്കൊരു ചുവട് കൂടിയാണ് കേരളം, ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ആദ്യ 11-ൽ പകരക്കാരുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നുമുണ്ടല്ലേ? അത് തന്നെയാണ്. പക്ഷേ ഈ തീരുമാനം നമ്മൾ ഏകദേശം പ്രതീക്ഷിച്ചത് തന്നെയാണ്. അതായത് കഴിഞ്ഞ ഈ ലോകകപ്പിന് മുമ്പ് 2 സന്നാഹ മത്സരത്തിലാണ് ഖത്തർ ഇറങ്ങിയത്. ആ 2 സന്നാഹ മത്സരത്തിലും പകരക്കാരുടെ ബെഞ്ചിൽ, കളിയുടെ അവസാന നിമിഷം മാത്രമാണ് ഖത്തർ ഈ തഹ്സീനെ കോച്ച് കളത്തിലിറക്കിയത്. അതേ തീരുമാനം തന്നെ വീണ്ടും ഈ ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ ആവർത്തിക്കുകയായിരുന്നു. പക്ഷേ നമുക്ക് പ്രതീക്ഷയുണ്ട് ആ കളിക്ക് സമാനമായി ഈ സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന മത്സരത്തിന്റെ അവസാന ഭാഗങ്ങളിൽ തഹ്സീൻ ഇറങ്ങും. അങ്ങനെ ഒരു മലയാളിയുടെ സാന്നിധ്യം ലോകകപ്പ് വേദിയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് മലയാളി ഫുട്ബോൾ ആരാധകർക്കാകെയുള്ളത്. തലശ്ശേരിയിലൊക്കെ തലശ്ശേരിയിലാണ് തഹ്സീൻ്റെ കുടുംബ വീടുകളുള്ളത്. അപ്പോൾ അവിടെ നേരത്തെ അജീഷ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആവേശം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആകമാനമുള്ള മലയാളികളും ആരാധകരും അടക്കം പ്രതീക്ഷയോടുകൂടിയാണ് തഹ്സീൻ മുഹമ്മദിൻ്റെ വരവിനായി കാത്തിരിക്കുന്നത്. മുന്നേറ്റ നിരയിലാണ് തഹ്സീൻ കളിക്കുന്നത്. ഖത്തറിൻ്റെ അണ്ടർ-17, അണ്ടർ-18, അണ്ടർ-19 ടീമുകളിലൊക്കെയും നടത്തിയ മികച്ച പ്രകടനമാണ് കോച്ച് ലോപെറ്റിഗോയുടെ റഡാറിലേക്ക് തഹ്സീൻ എത്തുന്നതും അങ്ങനെ ഈ ലോകകപ്പിനുള്ള സ്ക്വാഡിലേക്ക് ഇടം പിടിക്കുന്നതും. അപ്പോൾ 12:30 മത്സരം തുടങ്ങും. അപ്പോൾ രണ്ടാം പകുതിയിലൊക്കെയും തഹ്സീൻ ഇറങ്ങും. അത്തരത്തിൽ ഒരു മലയാളി ലോക ഫുട്ബോൾ വേദിയിൽ ആദ്യമായി ബൂട്ട് കെട്ടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഈ തീരുമാനം ഏകദേശം പ്രതീക്ഷ തന്നെയാണ്. കഴിഞ്ഞ അതേ ഒരു സന്നാഹ മത്സരത്തിൽ സമാനമായ രീതിയിൽ തന്നെയാണ് ലോപെറ്റിഗോയി ഖത്തർ കോച്ച് ടീമിനെ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം പകുതിയിൽ തഹ്സീൻ്റെ ഒരു വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അത്തരത്തിലൊരു ചരിത്രം ഇന്ന് ഈ ഖത്തർ സ്വിറ്റ്സർലൻഡ് മത്സരത്തിലൂടെ പിറക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കാവുന്നത്. അസിത, ശരി. അക്ഷയാണ് വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. ഫിഫ ലോകകപ്പിൽ ബ്രസീൽ ആദ്യ പോരാട്ടത്തിനായി കളത്തിലേക്ക്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 നടക്കുന്ന കളിയിൽ മൊറോക്കോ ആണ് എതിരാളികൾ. അതേസമയം പരിക്ക് മൂലം സൂപ്പർ താരം നെയ്മാർ ജൂനിയർ കളിക്കാനുണ്ടാകില്ല. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഫിഫ വേൾഡ് കപ്പിനായി ന്യൂജേഴ്സി തയ്യാറായി കഴിഞ്ഞ് ഇന്നാണ് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൻ്റെ പേരൊക്കെ മാറ്റി ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയം എന്നായി. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ മത്സരം ആരംഭിക്കുന്നത്. ബ്രസീൽ മൊറോക്കോ ടീമാണ് ഇന്ന് ഏറ്റുമുട്ടുന്നത്. ബ്രസീൽ ടീം പരിശീലനം നടത്തുന്നത് ഈ ഗ്രൗണ്ടാണ്, ഈ പിംഗ്രി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന്. അവർ പരിശീലനം കഴിഞ്ഞപ്പോൾ രാവിലെ അവരുടെ ഹോട്ടലിലേക്ക് തിരിച്ചുപോയി. ഇനി 6 മണിക്കുള്ള മത്സരത്തിനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. കനത്ത സുരക്ഷയിലാണ് ഈ ടീമുകളെല്ലാം വരുന്നതും പോകുന്നതുമൊക്കെ. മൊറോക്കോ ടീമും അതുപോലെ ബ്രസീൽ ടീമും ഏറ്റുമുട്ടുന്നത് കാണാൻ ഏതാണ്ട് 80,000-ഓളം കാണികളാണ് ഇന്ന് ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. അതുമാത്രമല്ല, ബ്രസീൽ ടീമിൻ്റെ ഒരു ആക്രമണ കളിയാണ് നമ്മൾ ചോദിക്കുമ്പോൾ ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത്. മൊറോക്കോ ടീമും അവരുടെ ഒരു ക്ലാസിക് ഡിഫൻസ് ഒരു സ്റ്റൈലുണ്ടല്ലോ, അതാണ് അവരുടെ ആരാധകരും പ്രതീക്ഷിക്കുന്നത്. ന്യൂജേഴ്സിയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഒരുപാട് ആൾക്കാർ എത്തിക്കഴിഞ്ഞു. സൂപ്പർ താരം നെയ്മർ പരിക്ക് മൂലം കളിക്കാത്തത് തിരിച്ചടിയാണെങ്കിലും റാഫിഞ്ഞയും വിനീഷ്യസ് ജൂനിയറും ഉൾപ്പെടെ അവരുടെ മുന്നേറ്റ നിര ഫോമിലേക്ക് എത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങളും കാനറികൾക്ക് കരുത്താകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആരാധകർ. കഴിഞ്ഞ തവണത്തെ സെമി ഫൈനലിസ്റ്റുകളാണ് മൊറോക്കോ ടീം. അതുമാത്രമല്ല, ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ അവരുടെ ഭാഗത്തു നിന്ന് ഒരു അട്ടിമറി പ്രതീക്ഷിക്കാം. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിക്കിടെ ബുധനാഴ്ച ഫ്രാൻസിൽ വെച്ചാണ് കൂടിക്കാഴ്ച. ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അസിത, ജൂൺ 17 ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖല, പ്രതിരോധം, കൃത്രിമ ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകും എന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ യാത്ര, പ്രധാനമന്ത്രിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് ആരംഭിച്ചു. ഈ യാത്രയ്ക്ക് മുമ്പായി ഇന്ത്യയെ ക്ഷണിച്ച തുടർച്ചയായ 7ാമത്തെ G7 ഉച്ചകോടിയാണ് ഇത് എന്നും ഈ G7 ഉച്ചകോടിയിൽ ഇന്ത്യ സംസാരിക്കുക മാത്രമല്ല, ആഗോള ദക്ഷിണേഷ്യയുടെ
അഭിലാഷങ്ങൾക്ക് ഇന്ത്യ ശബ്ദം നൽകും എന്നുമാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചിരുന്നത്. എന്തായാലും ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ മറ്റൊരു കൂടിക്കാഴ്ച നടക്കുന്നത്. 6 ദിവസത്തെ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി ഫ്രാൻസിലും സ്ലോവാക്യയിലും വിവിധ കൂടിക്കാഴ്ചകൾ ഒപ്പം തന്നെ വിവിധ സന്ദർശനങ്ങളും നടത്തുന്നുണ്ട്. മറ്റു ലോക നേതാക്കളുമായും പ്രധാനമന്ത്രി ഈ ഒരു സന്ദർശനത്തിനിടെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഹോർമുസിൽ വിലക്ക് മറികടന്ന് ഇറാനിൽ നിന്ന് എണ്ണ കൊണ്ടുപോകുന്നത് അനുവദിക്കില്ലെന്ന ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പുമായി അമേരിക്ക. US സേനയുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകി. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് മാർക്കോ റൂബിയോ ഇക്കാര്യം അറിയിച്ചത്. ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യണമെന്ന് നിർദ്ദേശം നൽകി ദുബായ് പോലീസ്. താൽക്കാലിക ജോലിക്കാരെ നിയമിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം. മോഷണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് തടയിടുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം. താൽക്കാലിക ജോലികൾക്കുൾപ്പെടെ ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ ചെലുത്തണമെന്നാണ് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മണിക്കൂറുകളുടെ ആവശ്യത്തിന് പലരും ലൈസൻസ് ഇല്ലാത്ത തൊഴിലാളികളെ ഉപയോഗിക്കാറുണ്ട്. ഈ പ്രവണത അവസാനിപ്പിക്കണം. വീട്ടിലുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണിത്. പണവും ആഭരണങ്ങളും വിലപിടിപ്പുള്ള രേഖകളും മറ്റും സുരക്ഷിതമായ ഇടങ്ങളിൽ സൂക്ഷിക്കണം. ഏതു തൊഴിലാളികളുടെയും തിരിച്ചറിയൽ രേഖ പരിശോധിച്ചതിന് ശേഷമാകണം ജോലിക്ക് പ്രവേശിപ്പിക്കേണ്ടത്. കുട്ടികളെയും പ്രായമായവരെയും ജോലിക്കാർ മാത്രമുള്ളപ്പോൾ കഴിവതും വീടുകളിൽ ഒറ്റയ്ക്കാക്കരുതെന്നും നിർദ്ദേശമുണ്ട്. താൽക്കാലിക വീട്ടുജോലിക്കാരുടെയോ മണിക്കൂർ ജീവനക്കാരുടെയോ സംശയാസ്പദമായ പ്രവൃത്തികളോ പെരുമാറ്റമോ ഉടനടി റിപ്പോർട്ട് ചെയ്യണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. വീടിന്റെ സുരക്ഷ ഒരു പൊതു ഉത്തരവാദിത്തമാണെന്നും കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും സ്വത്ത് സംരക്ഷിക്കുന്നതിലും ജാഗ്രത പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. നിയമവിരുദ്ധ റിക്രൂട്ട്മെന്റ് ഏജൻസികളെ ചെറുക്കുന്നതിനും വീട്ടുജോലിക്കാർക്കും വീട്ടുകാർക്കും സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനുമായി UAE ഇതിനകം തന്നെ വിപുലമായ ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് ഈ മുന്നറിയിപ്പ് വരുന്നത്. 24 ദുബായ്. ഹജ്ജ് തീർത്ഥാടകരുടെ വ്യക്തിഗത വിവരങ്ങൾ അവരുടെ മാത്രം സ്വകാര്യ അവകാശമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. സൗദിയിലെ ആഭ്യന്തര ഹജ്ജ് സേവനദാതാക്കളുടെ കോർഡിനേറ്റിംഗ് കൌൺസിൽ ചെയർമാൻ ഡോക്ടർ സാദ് അൽ ജിഹാനിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഹജ്ജ് തീർത്ഥാടകരുടെ വ്യക്തിഗത വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കടുത്ത ജാഗ്രത വേണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. തീർത്ഥാടകരുടെ വ്യക്തിവിവരങ്ങൾ അവരുടെ മാത്രം സ്വകാര്യ സ്വത്താണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് സേവനദാതാക്കൾ ആവശ്യമായ വിവരങ്ങൾ മാത്രമേ ശേഖരിക്കാൻ പാടുള്ളൂ. തങ്ങൾ നൽകുന്ന സേവനവുമായി നേരിട്ട് ബന്ധമുള്ള വിവരങ്ങളിൽ മാത്രം ഏജൻസികൾ ഒതുങ്ങി നിൽക്കണം. വ്യക്തിവിവരങ്ങൾ അനധികൃതമായി പങ്കുവെക്കുന്നതും മറ്റുള്ളവർക്ക് കൈമാറുന്നതും പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഔദ്യോഗികമായി അനുമതിയില്ലാത്ത വ്യക്തികൾക്ക് വിവരങ്ങൾ കൈമാറുന്നത് നിയമലംഘനമായി കണക്കാക്കും. ആവശ്യമായ കാര്യങ്ങൾക്കപ്പുറം മറ്റേത് വിവരവും തീർത്ഥാടകരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വിലക്കപ്പെട്ട കാര്യങ്ങളുടെ പരിധിയിൽ വരും. കോർഡിനേറ്റിംഗ് കൌൺസിൽ ചെയർമാൻ ഡോക്ടർ സാദൽ ജഹാനിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. തീർത്ഥാടകരുടെ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കാൻ എല്ലാവരും ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 24 ജിദ്ദ. മോശം സേവനവും നിയമലംഘനവും നടത്തിയ 21 ഉംറ കമ്പനികളുടെ പ്രവർത്തനം സൗദി അറേബ്യ നിർത്തിവെച്ചു. കഴിഞ്ഞ സീസണിലെ പ്രകടന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ നടപടി. പുതിയ ഉംറ സീസൺ ആരംഭിച്ചതോടെ തീർത്ഥാടകർക്ക് മികച്ച സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പുതിയ ഉംറ സീസൺ ആരംഭിച്ച സാഹചര്യത്തിലാണ് ഉംറ സർവീസ് നടത്തുന്ന കമ്പനികൾക്കെതിരെ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം കർശന നടപടി സ്വീകരിച്ചത്. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ 21 കമ്പനികൾക്ക് മന്ത്രാലയം വിലക്കേർപ്പെടുത്തി. കഴിഞ്ഞ സീസണിൽ തീർത്ഥാടകർക്ക് നൽകിയ സേവനങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച ശേഷമാണ് ഈ നടപടി. വിലക്ക് നേരിട്ട കമ്പനികളിൽ 15 എണ്ണവും തീർത്ഥാടകർക്ക് കരാർ പ്രകാരമുള്ള സേവനം നൽകുന്നതിൽ പരാജയപ്പെട്ടവയാണ്. ബാക്കി 6 കമ്പനികൾ മന്ത്രാലയത്തിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ലംഘിച്ചതായും പരിശോധനയിൽ കണ്ടെത്തി. കമ്പനികളുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കൃത്യമായ സംവിധാനം മന്ത്രാലയം ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും മികച്ച സൌകര്യങ്ങൾക്കും തന്നെയാണ് രാജ്യം മുൻഗണന നൽകുന്നത്. തീർത്ഥാടകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നിയമങ്ങൾ പാലിക്കാത്ത കമ്പനികൾക്കെതിരെ വരും ദിവസങ്ങളിലും കർശന നടപടികൾ തുടരുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ജലീൽ കണമകലം, 24 ജിദ്ദ.
ജിദ്ദയിൽ ഫ്യൂച്ചർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഫോറം സംഘടിപ്പിച്ച ടീച്ചേഴ്സ് എക്സലൻസ് സമ്മിറ്റ് ശ്രദ്ധേയമായി. ഭാവിയിലെ ക്ലാസ് മുറികൾക്കായുള്ള ആധുനിക അധ്യാപന രീതികൾ എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ജിദ്ദയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാഭ്യാസ പ്രവർത്തകരും പങ്കെടുത്തു. അബീർ മെഡിക്കൽ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് മേധാവി ഡോക്ടർ മുഹമ്മദ് ഇമ്രാൻ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധൻ നൌഷിൻ വസീം, അബീർ മെഡിക്കൽ ഗ്രൂപ്പിലെ അഖില ഹസൻ, മെന്റർ ക്രൂ അക്കാദമി ഡയറക്ടർ അൻവർ ഷാജ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിനും വൈകാരിക വളർച്ചയ്ക്കും നൽകേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും സമ്മേളനത്തിൽ ചർച്ചകൾ നടന്നു. മക്കയിലെ വിശുദ്ധ കൗബാലയത്തിൽ പുതിയ കിസ്വ അണിയാൻ ഇനി 2 ദിവസങ്ങൾ മാത്രം ബാക്കി. ഹിജ്റ കലണ്ടർ പ്രകാരം മുഹറം 1-നാണ് കൗബയിൽ പുതിയ മൂടുപടം അണിയുന്നത്. കിസ്വ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദാംശങ്ങൾ അറബ് ഓൺലൈൻ മാധ്യമങ്ങളിൽ ചർച്ചയാകുകയാണ്. ആകെ 7 ഘട്ടങ്ങളിലൂടെ 1 മീറ്ററിൽ 9,900-ലധികം പട്ടുനൂലുകൾ കോർത്തിണക്കിയാണ് ഈ പുതപ്പ് തയ്യാറാക്കുന്നത്. ഹിജ്റ പുതുവർഷ പുലരിയിൽ മക്കയിലെ കാബാലയത്തിൽ പുതിയ കിസ്വ അണിയിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായ പശ്ചാത്തലത്തിലാണ് ഇതിന്റെ നിർമ്മാണ വിവരങ്ങൾ പുറത്തുവരുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെ 7 ഘട്ടങ്ങളിലൂടെയാണ് കിസ്വയുടെ നിർമ്മാണം നടക്കുന്നത്. പട്ടുനൂലുകൾ കഴുകി വൃത്തിയാക്കി കറുപ്പും പച്ചയും ചായങ്ങൾ മുക്കുന്നതാണ് ഇതിന്റെ ആദ്യ ഘട്ടങ്ങൾ. കാബയുടെ പുറം ഭാഗത്തിന് കറുപ്പ് നിറത്തിലുള്ള പട്ടും ഉൾവശത്തിനും മദീനയിലെ റൗള ഷെരീഫിനുമായി പച്ച നിറത്തിലുള്ള പട്ടുമാണ് ഉപയോഗിക്കുന്നത്. തുടർന്ന് യന്ത്രങ്ങളിലൂടെ ഈ പട്ടുനൂലുകൾ തുണിയാക്കി മാറ്റും. 1 മീറ്റർ നീളമുള്ള തുണി നെയ്യാൻ 9,900-ലധികം നൂലുകളാണ് കോർത്തിണക്കുന്നത്. സിൽക്ക് സ്ക്രീൻ സാങ്കേതിക വിദ്യ വഴി ഈ പട്ടുതുണിയിലേക്ക് ഖുർആൻ സൂക്തങ്ങളും ഡിസൈനുകളും കൃത്യതയോടെ പ്രിന്റ് ചെയ്യുന്നു. തുണിയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത ശേഷം വെള്ളിനൂലുകളും സ്വർണം പൂശിയ വെള്ളിനൂലുകളും ഉപയോഗിച്ചാണ് ഈ ഖുർആൻ വചനങ്ങൾ തുന്നിച്ചേർക്കുന്നത്. അക്ഷരങ്ങൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന രീതിയിൽ തുന്നാനായി ഇതിന്റെയുള്ളിൽ പരുത്തി നൂലുകൾ നിറക്കാറുണ്ട്. ഒടുവിൽ കടുത്ത ഗുണനിലവാര പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് കിസ്വ തയ്യാറാക്കുന്നത്. മക്കയിലെ കിങ് അബ്ദുൽ കിസ്വ കോംപ്ലക്സിന്റെ കണക്കുകൾ പ്രകാരം 1 വർഷത്തെ നിർമ്മാണത്തിന് 825 കിലോ അസംസ്കൃത പട്ടും 120 കിലോ സ്വർണം പൂശിയ വെള്ളിനൂലുകളും ഉപയോഗിക്കുന്നു. ഇതിനു പുറമെ 60 കിലോ ശുദ്ധമായ വെള്ളിയും 410 കിലോ പരുത്തിയും നിർമ്മാണത്തിന് ആവശ്യമാണ്. ഈ ഘട്ടങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് ഓരോ വർഷവും കിസ്വ തയ്യാറാക്കുന്നത്. 2 ദിവസത്തിന് ശേഷം, അതായത് മുഹറം 1-ന് കാബയിൽ പുതിയ കിസ്വ അണിയും. ജലീൽ കണമകലം, 24 ജിദ്ദ. അറബ് മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിൽ UAE പ്രതിജ്ഞാബദ്ധമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ്. നയതന്ത്രം, സാമ്പത്തിക പങ്കാളിത്തം, വിശ്വസനീയമായ പ്രതിരോധം എന്നിവയ്ക്കാണ് UAE മുൻഗണന നൽകുന്നത്. സുസ്ഥിര വികസനത്തിനും കൂട്ടായ സാമ്പത്തിക വളർച്ചയ്ക്കും പ്രാദേശിക സ്ഥിരത നിർണായക ഘടകമാണെന്നും അദ്ദേഹം പറഞ്ഞു. UAE-യിൽ നിന്ന് ഇറാനിലേക്ക് ഫണ്ട് കൈമാറിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ UAE തള്ളി. പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് ആരോഗ്യ സേവനങ്ങൾ നൽകാൻ കേരളത്തിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ മക്കയിലെത്തിയ സർക്കാർ ഫാർമസിസ്റ്റുകൾക്ക് സ്വീകരണം നൽകി. സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് മക്കയിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. തീർത്ഥാടകരുടെ ആരോഗ്യ പരിപാലനത്തിനും സുരക്ഷിതമായ മരുന്ന് വിതരണത്തിലും ഫാർമസിസ്റ്റുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ ഓർമ്മിപ്പിച്ചു. UAE-യിൽ ഇലക്ട്രിക് സ്കൂട്ടർ അപകടങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ വർഷം 97% വർധനവാണ് ഉണ്ടായത്. അപകടങ്ങൾ കൂടുമ്പോഴും ഈ സ്കൂട്ടറിന് ആവശ്യക്കാർ ഏറുകയാണ്. UAE-യിലെ അൽവത്ബ ഇൻഷുറൻസും റോഡ് സേഫ്റ്റിയും ചേർന്ന് നടത്തിയ പഠനത്തിലാണ് ഇലക്ട്രിക് സ്കൂട്ടർ അപകടങ്ങൾ വർദ്ധിക്കുന്നതായി കണ്ടെത്തിയത്. ഈ സ്കൂട്ടർ അപകടങ്ങളിൽ 2025-നെ അപേക്ഷിച്ച് 97% വർധനവുണ്ടായി. UAE-യിൽ ആകെ താമസിക്കുന്നവരിൽ 93% പേരും ഈ സ്കൂട്ടർ അപകടം നേരിൽ കണ്ടിട്ടുണ്ട്. 90% ഈ സ്കൂട്ടർ ഓടിക്കുന്നവരും ഹെൽമറ്റ് വയ്ക്കാറില്ല. അത്ര തന്നെ പേർ അനുമതിയില്ലാത്ത ഇടങ്ങളിലൂടെയാണ് സ്കൂട്ടറുകൾ ഓടിക്കുന്നത്. തെറ്റായ സൈഡിലൂടെയും ഫുട്പാത്തിലൂടെയുമാണ് ഭൂരിഭാഗം സ്കൂട്ടർ യാത്രികരും സഞ്ചരിക്കുന്നതെന്ന് പഠനത്തിൽ കണ്ടെത്തി. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ സ്കൂട്ടർ ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചു. മാതാപിതാക്കളുടെ അറിവോടെയാണ് ഇവർ സ്കൂട്ടർ ഓടിക്കുന്നത്. ഈ സ്കൂട്ടർ ഉപയോഗം ഒട്ടും സുരക്ഷിതമല്ലെന്ന് കരുതുന്ന 60% പേരാണ് UAE-യിലുള്ളത്. കാര്യമായ നിയമനിർമ്മാണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ടെന്നും ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ സ്കൂട്ടർ യാത്രക്കാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. സ്കൂട്ടർ ഉപയോഗിക്കുന്നവരുടെ എണ്ണം
ഈ വർഷം റെക്കോർഡിലെത്തുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 24 ദുബായ്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യയിൽ വെച്ച് കാണാതായ മെൽബണിലെ കണക്കധ്യാപകൻ സഹോദരനാൽ കൊല്ലപ്പെട്ടതായി പോലീസ്. കൂടുതൽ വിശദാംശങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്നും പെനീന മാത്യു ചേരും. ഇന്ത്യയിൽ കാണാതായ മെൽബണിലെ ഗണിതാധ്യാപകൻ സുനിൽ ശർമ്മയെ സ്വന്തം സഹോദരൻ കൊലപ്പെടുത്തി കനാലിൽ തള്ളിയതായി അമൃത്സർ പോലീസ് സ്ഥിരീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സുനിൽ ശർമ്മയുടെ സഹോദരൻ സതീഷ് ശർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പഞ്ചാബിലെ അമൃത്സറിലുള്ള തന്റെ സ്വത്ത് വിൽപ്പനയ്ക്കായി ശ്രമങ്ങൾ നടത്തിവരുന്നതിനിടെ മെയ് 22-നാണ് സുനിലിനെ കാണാതായത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത ശേഷം അമൃത്സർ പോലീസ് നടത്തിയ പത്രസമ്മേളനത്തിലാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഉറക്കഗുളിക കലർത്തിയ പാനീയം നൽകിയ ശേഷം ബേസ്ബോൾ ബാറ്റ് ഉപയോഗിച്ച് ഇരയുടെ തലക്കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. കൊലപാതകത്തിന് ശേഷം രക്തം പുരണ്ട മെത്തയും ബേസ്ബോൾ ബാറ്റും നശിപ്പിക്കാൻ പ്രതിയെ ഭാര്യയും മകനും സഹായിച്ചതായും മൂവരും ചേർന്ന് മൃതദേഹം കനാലിൽ തള്ളിയതായും സീനിയർ പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കി. മൃതദേഹം വീണ്ടെടുക്കാനുള്ള തിരച്ചിലിനൊടുവിൽ ശർമ്മയെ കാണാതായിടത്തു നിന്നും ഏകദേശം 60 കിലോമീറ്റർ അകലെയുള്ള ഹരികെ എന്ന സ്ഥലത്ത് കനാലിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. തന്റെ അച്ഛന്റെ സഹോദരൻ അറസ്റ്റിലായതായും പിതാവിനെ കൊന്ന് മൃതദേഹം നദിയിൽ തള്ളിയതായി പ്രതി സമ്മതിച്ചെന്നും സുനിൽ ശർമ്മയുടെ മകൾ സുർഭി ശർമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇരയെ കാണാതായ ദിവസം മുതൽ സഹോദരൻ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഓസ്ട്രേലിയൻ പൗരനായ സുനിൽ ശർമ്മയുടെ ബന്ധുക്കളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയൻ വിദേശകാര്യ വകുപ്പ് ഇന്ത്യൻ അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അതേസമയം സുനിൽ ശർമ്മ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിരുന്ന ഡയമണ്ട് വാലി കോളേജ് സമൂഹത്തിൽ നിന്ന് ലഭിച്ച ആദരാഞ്ജലികൾ തന്നെ ഏറെ സ്പർശിച്ചതായി മകൾ സുർഭി ശർമ്മ വെളിപ്പെടുത്തി. പെനീന മാത്യു, 24 ഓസ്ട്രേലിയ. 24 എക്സ്ക്ലൂസീവ്. സംഘപരിവാർ പരിപാടിയിൽ പങ്കെടുത്ത സർവകലാശാല വൈസ് ചാൻസലർമാർ, കേരള, MG, മലയാളം സർവകലാശാല VC-മാരാണ് സംഘപരിവാർ പരിപാടിയിൽ പങ്കെടുത്തത്. തിരുവനന്തപുരം ഉദയ കൺവെൻഷൻ സെന്ററിൽ RSS മേധാവി മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിലാണ് VC-മാരും എത്തിയത്. ഗൾഫ് ടുഡേ പൂർണ്ണമാകുകയാണ്. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.